ഈ ന്യൂ കമേഴ്സ് വരുന്ന നേരായിട്ട് അവൻ ഇതവിടെ പോയി കിടക്ക. അത് തന്നെ ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ നൈറ്റ് കോൾ ചെയ്തപ്പോ വരെ പറഞ്ഞതാ നാളെ ഫ്രഷേഴ്സ് വരുന്നതാ, ഷാർപ്പ് 8:30 അവൻ കോളേജിലെത്തുമെന്ന്. എന്നിട്ട് അവനിതെവിടെ? ഓ, പറഞ്ഞ് നാക്ക് വായിലേക്കിട്ടില്ല. ദേ വരുന്നു മഹാൻ. വന്നോ? എവിടെ പോയി കിടക്കായിരുന്നടാ? അണ്ണൻ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ. തരൂല്ല കണ്ണാ. എവിടെന്ന് കിട്ടി ഈ പാട്ട തമിഴ്? അത് ഇന്നലെ നൈറ്റ് തമിഴ് പടം കണ്ട് കിടന്നുറങ്ങിയതാ. അതിന്റെ ഹാങ് ഓവറാ. അത് വിട്. പിള്ളേര് വന്നു തുടങ്ങിയോ? ഏയ്, നമുക്ക് മുട്ടാൻ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നിനും കണ്ടു കിട്ടിയില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇവിടെ നിന്ന്. പിന്നെ നീയും വന്നിട്ടില്ലായിരുന്നല്ലോ. എടാ, അങ്ങോട്ട് നോക്കിക്കേ. ദേ വരുന്നു ഒരമ്മറം പീസ്. ഏയ്, ഇങ്ങോട്ട് വാ. ഈശ്വരാ, പെട്ടെന്നാ തോന്നുന്നേ. നീ എന്താ അവിടെ നിന്ന് കഥകളി കളിക്കാണോ? ഇങ്ങോട്ട് വാ, നിന്നെ തന്നെയാ വിളിച്ചത്. എന്താട്ടാ വിളിച്ചത്? എന്താ നിന്റെ പേര്? പേര് ചോദിക്കാനാണോ ചേട്ടന്മാരെന്നെ കഷ്ടപ്പെട്ട് വിളിച്ചത്? അതങ്ങ് പറഞ്ഞാ പോരെ. എന്റെ പേര് ദീപ്തി. ചേട്ടന്മാരുടെ പേരെന്താ? അതെ, ഞങ്ങള് സീനിയേഴ്സാ. ഞങ്ങളുടെ അടുത്ത് കുറച്ച് ബഹുമാനത്തോടെയൊക്കെ സംസാരിക്കാം. നിന്റെ പേര് ഞങ്ങൾ അറിഞ്ഞാ മതി. ഞങ്ങളുടെ പേര് നീ അറിയേണ്ട ആവശ്യമില്ല. അതെങ്ങനെ ശരിയാവാ? പരിചയപ്പെടുമ്പോ പരസ്പരം പേര് പറയണ്ടേ? അതല്ലേ അതിന്റെ ശരിയായ രീതി. മോള് ഞങ്ങളെ ശരിയും തെറ്റും പഠിപ്പിക്കാൻ വന്നേക്കാണോ? ദീപ്തി, അതാരാ? അതെന്റെ ബ്രദറാ. ഒരു മിനിറ്റ്, ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. അപ്പോ ബ്രദറും സിസ്റ്ററും ഒരുമിച്ചാണല്ലേ കോളേജിൽ ജോയിൻ ചെയ്യാൻ വന്നത്? എന്താ നിന്റെ പേര്? ദീപക്. എടാ, അവരോട് പോവാൻ പറ. നിനക്കിതെന്താ പറ്റിയേ? നമ്മളതിന് പേര് ചോദിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേ? ഞാൻ പോവാ ക്ലാസ്സിലേക്ക്. ഏ, ദേ അവൻ പോയി. ആ പിള്ളേരെ, നിങ്ങൾ ക്ലാസ്സിൽ പോവാൻ നോക്ക്. എന്നാലും അവനിതെന്താ പറ്റിയേ? ആ, ആർക്കറിയാം. വല്ല പൊട്ടനും കടിച്ചു കാണും. പൊട്ടനാ? ഏത് പൊട്ടൻ? നിന്റെ അച്ഛൻ. വാ, ക്ലാസ്സിൽ പോവാ. എടി ദീപ്തി, നിന്റെ വായിൽ നാവ് കുറച്ചോളോ. സീനിയേഴ്സിന്റെ അടുത്ത് പോയിട്ടാണോ നീ ഓരോന്ന് പറയാൻ നിന്നേ? അതിനെന്താടാ, അവരെന്റെ പേര് ചോദിച്ചു, ഞാൻ തിരിച്ച് അവരുടെ പേര് ചോദിച്ചു. അത്രയല്ലേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളോ? അവർക്ക് ദേഷ്യം വന്നിരുന്നെങ്കിൽ കാണായിരുന്നു. നിങ്ങളിന്ന് സീനിയേഴ്സിന്റെ മുന്നിൽ പെട്ടു അല്ലേ? ഞാൻ കണ്ടിരുന്നു വരുന്ന വഴിക്ക്. ഏയ്, അതിനവരെ ഞങ്ങൾ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് പേര് ചോദിച്ചു, അത്രേ ഉള്ളൂ. അതെന്തായാലും നന്നായി. അയ്യോ, ഞാൻ എന്റെ പേര് പറയാൻ വന്നു. എന്റെ പേര് ഷഹാന. നിങ്ങള് പുതിയ അഡ്മിഷൻ അല്ലേ? ഹായ് ഷഹാന, എന്റെ പേര് ദീപ്തി. ഇതെന്റെ ബ്രദർ ദീപക്. നിങ്ങള് രണ്ടുപേരും ട്വിൻസ് ആണോ? നല്ല ചായയുണ്ട് പരസ്പരം, അതുകൊണ്ടാ ചോദിച്ചേ. താൻ പറഞ്ഞത് ശരിയാ, ഞങ്ങള് ട്വിൻസാ. എടാ, നിനക്ക് എന്താ പറ്റിയേ? രാവിലെ തൊട്ട് ഒരു മൂഡ് ഓഫ് ആണല്ലോ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ?
നിങ്ങൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഇത് തന്നെയല്ലേ ചോദിച്ചത്. ഇപ്പൊ ക്യാൻറ്റീനിൽ വന്നിട്ട് ഇത് തന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. അതിന് നീ എന്തിനാണ് ഇത്ര റേസ് ആവുന്നേ? കോളേജിലെ റാഗിങ് പാടില്ലെന്ന് അറിയില്ലേ? കോളേജിൽ റാഗിങ് പാടില്ലെന്ന് നന്നായിട്ടറിയാം. അതിനിവിടെ ആരും റാഗ് ചെയ്തില്ലല്ലോ. അറിയാമെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ വന്നിട്ട് എന്താ കാണിച്ചു കൂട്ടിയത്? അത് റാഗിങ് അല്ലേ? ഞങ്ങള് റാഗ് ചെയ്തെന്ന് പറഞ്ഞു ആരെങ്കിലും ചെയർമാന്റെ അടുത്ത് കംപ്ലൈന്റുമായിട്ട് വന്നു? ഇല്ലല്ലോ. വെറുതെ ഷോ ഇറക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ ആരും റാഗ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പേര് ചോദിച്ചു, അത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കാനാണ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെങ്കിൽ വേണ്ട, പോവാൻ നോക്ക്. ഇപ്പൊ ഞാൻ പോവാം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ പ്രിൻസിപ്പാള് കഴിഞ്ഞ തവണ പറഞ്ഞത്? അത് നിന്റെ ലാസ്റ്റ് വാണിംഗ് ആയിരുന്നു. ഇനി എന്തെങ്കിലും ഇഷ്യൂ നീ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ ഈ കോളേജിൽ നിന്ന് തന്നെ നീ ഡിസ്മിസ്സാ, മറക്കണ്ട. അവര് 3 പേരും നമ്മുടെ അടുത്ത് രാവിലെ പേര് ചോദിച്ച ചേട്ടന്മാരല്ലേ? മറ്റേ ചേട്ടനേതാ? ഇന്ന് രാവിലെ വരുമ്പോ നിങ്ങളുടെ അടുത്ത് പേര് ചോദിച്ച 3 സംഘത്തിലെ ആ നടുക്കിരിക്കുന്ന ചേട്ടനില്ലേ, ആ ചേട്ടന്റെ പേരാണ് അലക്സ് സാമുവൽ. പിന്നെ നല്ല ഹൈറ്റുള്ള ചേട്ടനാണ്ടോ, ആ ചേട്ടന്റെ പേര് അരവിന്ദ്. ഇപ്പുറത്ത് പൂച്ചയുടെ മുഖം വെച്ചിരിക്കുന്ന ചേട്ടനില്ലേ, ആ ചേട്ടന്റെ പേരാണ് ജോയൽ ജേക്കബ്. ഇതൊക്കെ നിനക്കെങ്ങനെയാ അറിയാ? എന്റെ ബ്രദർ ഇവിടെ പഠിച്ചത്, അതുകൊണ്ട് ഏകദേശ രൂപം ആൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ വന്ന് അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ആ ചേട്ടൻ ഇവിടുത്തെ ചെയർപേഴ്സണാ. പേര് വിവേക്. പിന്നെ ആ ചേട്ടന്റെ കൂടെ വേറൊരു ചേട്ടൻ കൂടി ഉണ്ടാവാറുണ്ട്. ആ പുള്ളിനെ എന്തോ ഇങ്ങോട്ട് കണ്ടില്ല. ആളുടെ പേര് കാർത്തിക്. അവര് തമ്മില് എന്തേലും പ്രശ്നമുണ്ടോ? അവര് തമ്മിൽ കണ്ട 24 മണിക്കൂറും പ്രശ്നമാണെന്നാ എന്റെ ചേട്ടൻ പറഞ്ഞത്. ആ വിവേകേട്ടൻ എല്ലാവരുടെയും ഹാർട്ട് ത്രോബാ. എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടായിരിക്കും. പിള്ളേരെ സഹായിക്കുന്ന കാര്യത്തിലായാലും ആർട്സ്, സ്പോർട്സ്, എല്ലാത്തിലും. പക്ഷെ ഇവര് 3 പേരെയും ഈ കോളേജിലെ വില്ലന്മാരായിട്ടാ കാണുന്നത്. എല്ലാ പ്രശ്നത്തിലും ഉണ്ടായിരിക്കും ഇവര് 3 പേരും. എന്തുവാ കൊച്ചെ, മുഖത്ത് കണ്ണില്ലേ ബാക്കിയുള്ളവരെ കൊല്ലാനായിട്ട്? ഇത് പറയുന്ന നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ 2 ഉണ്ട കണ്ണ്. എന്താ അത് കാണില്ലേ? ഭംഗി വെച്ചേക്കാണോ? ഹലോ, താനാ ഇങ്ങോട്ട് വന്നിടിച്ചത്. ഞാൻ മര്യാദയ്ക്ക് നടന്നു വരികയായിരുന്നു. പൊന്നു മോളെ, അവൻ ഇവിടുത്തെ ചെയർപേഴ്സണാ. കുറച്ച് ബഹുമാനമൊക്കെ ആവാം. കോളേജിലെ ചെയർപേഴ്സണാന്ന് വിചാരിച്ച് ഞാൻ എന്താ അടുത്ത് മടിയെ വെക്കണം? എന്റെ നെറ്റി, നീ ഇതെന്ത് ഭാവിച്ച? സോറി ചേട്ടന്മാരെ, ഇവളെ നാക്കിന് കുറച്ച് ലൈസൻസ് കുറവാ, അതുകൊണ്ടാ. നീ ഇങ്ങോട്ട് വന്നേ. ഏതാടാ പോയ സാധനം? മുൻപൊന്നും കണ്ടിട്ടില്ലല്ലോ. ജൂനിയർ ആന്ന് തോന്നുന്നുണ്ട്. എന്തുവാടാ അവളുടെ വായിലിരിക്കുന്നതെല്ലാം കേട്ടിട്ട് നീനൊന്ന് കിണിക്കുന്നോ? നാക്കിന് നീളം കൂടുതലാണെങ്കിലും ഷീസ് ഗുഡ്. അപ്പൊ ഇത് കേസ് മറ്റേതാ? മറ്റേതോ? നീ എന്താ ഉദ്ദേശിച്ചത്? അതെ, മറ്റേത്. ഈ ഫസ്റ്റ് സൈറ്റ് ലവ്. അയ്യോ സോറി, ഇത് ഫസ്റ്റ് സൈറ്റ് ലവ് അല്ല, ഫസ്റ്റ് മുട്ടൽ ലവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒന്ന് പോയാടാ,
ദേ വന്നേ വന്നേ, ക്ലാസ്സിന് ടൈമായി. എടാ, ആ വരുന്നത് ആ മറ്റേ പയ്യനല്ലേ? ആ, അതവൻ തന്നെയാ. വാ, നമുക്കൊന്ന് പോയി മുട്ടി നോക്കാം. ഹലോ, എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? അത് ക്ലാസ്സിന് കയറാൻ ടൈമായി, അതാ വേഗം പോന്നേ. ഞങ്ങൾ ഈ കോളേജിലെ സ്റ്റുഡൻസാ, ഞങ്ങൾക്കും ക്ലാസ് ഉണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് ഇത്ര തിരക്കില്ലല്ലോ. നിനക്ക് മാത്രം എന്താ ഇത്ര തിരക്ക്? കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ശരിക്കും പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ശരിക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. ക്ലാസ്സൊക്കെ അവിടെ നടക്കട്ടെ, ദിവസവും ക്ലാസ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു ക്ലാസ് മിസ്സായോണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. സാറും വഴക്ക് പറയും ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ. ഞാൻ പോട്ടെ. നിനക്കെന്താ വിക്കലുണ്ടോ? ഇങ്ങനെ വിക്കി വിക്കി പറയുന്നുണ്ടേ. അതുമാത്രല്ല, നീ അധികം സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. നീയേ തൽക്കാലം പോണ്ടെന്ന് പറഞ്ഞ പോണ്ട. നീ ഇങ്ങനെ വിക്കി വിക്കി സംസാരിക്കല്ലേ. അപ്പം നമുക്ക് ഒരു പണി തരാം. നീ ഒരു കാര്യം ചെയ്, ഒരു പാട്ട് പാടിക്കേ ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങളാണെങ്കിൽ ബോറടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പാട്ടാവാം, അതല്ലേ അതിൻ്റെ ഒരു ഇത്. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല. പ്ലീസ് ചേട്ടന്മാരെ, ഞാൻ പോയിക്കോട്ടെ. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? ജോയൽ, അരവിന്ദ്, ഞാൻ പറഞ്ഞതാ നിങ്ങളടുത്ത് ഈ പണിക്ക് നിൽക്കരുതെന്ന്. നീ എപ്പോ പറഞ്ഞു? ഞങ്ങളുടെ അടുത്ത് നീ ഇതുവരെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. നീ എന്തു നോക്കി ഇവിടെ നിൽക്കാ? ക്ലാസ്സിൽ പോകാൻ നോക്ക്. അവൻ പോയി, ഇനി നീ പറ, നിനക്കെന്താ അവനെ മാത്രം റാഗ് ചെയ്യുമ്പോൾ ഇത്ര പ്രശ്നം? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിനക്ക് അവനെ മുന്നേ പരിചയമുണ്ടോ? എനിക്ക് അവനെ അറിയാനൊന്നും പാടില്ല. ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത് തന്നെ ഇവിടെ വെച്ചിട്ടാ. പിന്നെ എങ്ങനെയാ? അപ്പൊ ബാക്കി ആരെയും റാഗ് ചെയ്യുമ്പോ ഇല്ലാത്ത പ്രശ്നം ഇവനെ റാഗ് ചെയ്യുമ്പോ മാത്രം നിനക്കെന്താ? ആവോ, എനിക്കറിയാൻ പാടില്ല. പിന്നെ നമുക്ക് പ്രിൻസിപ്പാള് ലാസ്റ്റ് വാർണിംഗ് തന്നതാ. എനിക്ക് വയ്യ കോളേജ് മാറാൻ, അതുകൊണ്ടും കൂടിയാ. പ്ലീസ് നിർത്ത്. എന്താണ് മോനെ പതിവില്ലാത്ത ഒരു ചിരിയും ചിന്തകളും? ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ വെറുതെ ഓരോന്ന് ചിന്തിച്ചതാ. ആ ആ ചിന്തിച്ച കാര്യമാ ഞാൻ ചോദിച്ചത്. നുണ പറയാൻ നോക്കണ്ട, പറഞ്ഞു. എന്താലോചിച്ചിട്ടാ മോനിങ്ങനെ മതിമറന്ന് ചിരിക്കുന്നുണ്ടായത്? എടി, അത് ഒന്നുമില്ലടി, ഞാൻ ചുമ്മാ വെറുതെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഹലോ, അന്ന് പേര് ചോദിക്കാൻ പറ്റിയില്ല. എന്താ പേര്? ഏ, ചേട്ടൻ തന്നെയല്ലേ അന്ന് മറ്റേ ചേട്ടന്മാര് പേര് ചോദിച്ചപ്പോ റാഗിങ് കോളേജിൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞത്? എന്നിട്ട് ചേട്ടനും അതേ പാതയിലൂടെയാണല്ലോ പോക്ക്. അതിന് ഞാൻ തന്നെ തടഞ്ഞു നിർത്തിയിട്ടൊന്നല്ലല്ലോ പേര് ചോദിച്ചത്. പിന്നെ ഇതെന്താ ചേട്ടാ, ഞാൻ നടന്നു വരുന്ന വഴിയില് എന്റെ ഓപ്പോസിറ്റ് വന്ന് നിന്നിട്ടല്ലേ ചേട്ടൻ പേര് ചോദിക്കുന്നത്? അപ്പോ ഒരു തരത്തിൽ പറഞ്ഞ ഇതും തടഞ്ഞു നിർത്തിയല്ലേ? തന്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റില്ലല്ലോടോ. അത് നമ്മള് പരിചയപ്പെട്ട സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടാ. ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? എന്റെ പേരറിയണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ പേര് ദീപ്തി, ഞാൻ ഇവിടത്തെ ഫ്രഷറാ. ഇപ്പോ സംശയമൊക്കെ ക്ലിയർ ആയല്ലോ, ഇനി എനിക്ക് പോവാലോ. അപ്പം മര്യാദയ്ക്കൊക്കെ സംസാരിക്കാൻ അറിയാലേ? ഇങ്ങോട്ട് മര്യാദയ്ക്ക് സംസാരിച്ച അങ്ങോട്ടും മര്യാദയ്ക്ക് സംസാരിക്കും. ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. പോട്ടെ. ദീപ്തി,
ആ, നീ വന്നോ? നിന്നെ വെയിറ്റ് ചെയ്തിട്ടാ ഞാൻ ഇത്ര നേരം ഇവിടെ നിന്ന് പോസ്റ്റ് അടിച്ചത്. സോറി ഡി, കുറച്ച് ലേറ്റ് ആയി പോയി. വാ, ക്ലാസ്സിൽ പോവാം. അപ്പൊ ശരി ചേട്ടാ, ക്ലാസ്സിൽ പോവാൻ ടൈമായി. പിന്നെ കാണാവേ. അത് കൊള്ളാലോ, നീ ആ സീനിയർ ചേട്ടനായിട്ട് കമ്പനിയായ. അല്ല, ദീപക് വന്നിട്ടില്ലേ? ഇതൊക്കെ എന്ത്? അതൊക്കെ അങ്ങനെ ആ വഴിക്ക് പോവും. ദീപക് വന്നിട്ടുണ്ട്. അവൻ ലൈബ്രറിയിൽ പോയി. വാ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഹേ ദീപക്, എനിക്ക് തൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. കുറച്ച് പ്രൈവസി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ലൈബ്രറിയിലേക്ക് വരാൻ പറഞ്ഞത്. എന്തേട്ടാ, പറഞ്ഞോ. ഇതെങ്ങനെ തൻ്റെ അടുത്ത് പറയണ്ടേന്ന് എനിക്കറിയില്ല. ഈ കോളേജിലെ എല്ലാ സ്റ്റുഡൻസും എന്നെ കണ്ട പേടിക്കുന്നതാ. പക്ഷെ ആദ്യമായിട്ട് ഞാൻ തന്നെ കാണുമ്പോൾ പേടിക്കുക. അതെന്താന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഫ്രണ്ട്സിനോട് പോലും എനിക്കിതൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ നിന്റെ അടുത്ത് നേരിട്ട് ഞാനിത് പറയുന്നത്. എനിക്കറിയില്ല, നിന്നെ കാണുമ്പോൾ, നിന്റെ സാമീപ്യം അനുഭവിക്കുമ്പോൾ ഐ ഫീൽസ് ഡിഫറെൻറ്റ്. എനിക്കറിയില്ല, സംതിങ്, എൻ്റെ ഹാർട്ട് ബീറ്റ്സൊക്കെ വല്ലാതെ കൂടാ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് മേലാൽ എൻ്റെ കൺമുന്നിൽ വരരുത്. അത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ തന്നോട് ഞാൻ ഇവിടേക്ക് വരാൻ പറഞ്ഞത്. ഇത് പറയാനായിരുന്നു ഏട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു. നീ എന്ത് വിചാരിച്ചു? അല്ല, വേറെ എന്താ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. മേലാൽ പ്ലീസ്, ഇനി നിനക്ക് ക്ലാസ്സിൽ പോകണമെങ്കിൽ പോവാം. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ശരി, ഗുഡ് ബൈ. അല്ലടി, എന്താ ദീപു 2 ദിവസമായിട്ട് കോളേജിൽ വരാത്തത്? അറിയില്ലടി, അവൻ എന്തോ സുഖമില്ലാന്നൊക്കെ പറയുന്നേ. ഞാൻ പിന്നെ കൂടുതലൊന്നും കുത്തി ചോദിക്കാൻ പോയില്ല. 2 ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫ് കക്ഷി. പിന്നെ ഞാനും കൂടി ചോദിച്ചിട്ട് അവന്റെ മൂഡ് കുറച്ചും കൂടി പ്രശ്നാക്കണ്ടെന്ന് കരുതി. ദീപ്തി ഫ്രീ ആണോ? അല്ല, ഇതാര്? ചെയർപേഴ്സണോ? ചെയർപേഴ്സൺ എന്താ ഇവിടെ? ഇപ്പൊ ഫ്രീ അല്ല, വേണമെങ്കിൽ ഫ്രീ ആവാം. തന്നെ കാണാൻ തന്നെ വന്നതാ. ഫ്രീ ആവാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് എൻ്റെ കൂടെ ഒന്ന് വരാവോ? ഷഹാനെ, നീ ക്ലാസ്സിൽ പൊക്കോ, ഞാൻ 10 മിനിറ്റ് ആയിട്ട് വരാം. ഓക്കെ ഡി, അപ്പൊ കാണാം. ഇതിപ്പോ കൊറേ നേരായില്ലേ ഈ ലൈബ്രറിയുടെ 2 അലമാരയുടെ കൊണ്ട് നിർത്തിയിട്ട് പരസ്പരം ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ. ഞാൻ പോവാ, പറഞ്ഞ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കൂടെ പ്ലീസ്. 5 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും ഞാനിവിടെ നിൽക്കില്ല. ഞാൻ പോവാ. എന്റെ കൈ കിട്ട, എനിക്ക് പോണം. പോയിക്കോ, പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടതിന് ശേഷം പോയിക്കോ. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടിയൊന്നല്ല നീ. ഒരുപാട് പെൺപിള്ളേരെ ഞാൻ ദിവസവും കാണുന്നതാ. പക്ഷേ അവരിൽ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത നിനക്ക് തോന്നി. സോ അത് കണ്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലേക്ക് വന്നതാ. പക്ഷേ അത് ഇത് തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാ ഞാൻ ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും വെയിറ്റ് ചെയ്യാതെ ഞാൻ പറയാം, ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. ഇനി നിനക്ക് പോവാം. എന്തേ പോകുന്നില്ലേ? എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും വലിയ കാര്യം കേട്ടിട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റൂ? അതും എന്റെ ലൈഫില് ഫസ്റ്റ് ടൈമാ ഒരാളെ നേർക്ക് നേരെ നിന്ന് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. സാധാരണ എനിക്ക് ലവ് ലെറ്ററും അല്ല ഫോൺ കോളും വഴിയാ എന്നെ ഇഷ്ടമാണെന്ന് പറയാം.
കാരണം എന്റെ നേരെ നിന്ന് പറയാം ആദ്യം ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരാള് എന്റെ നേർക്ക് നേരെ നിന്ന് എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോ അങ്ങനെ പെട്ടെന്ന് പോവാൻ പറ്റുമോ? എങ്കിൽ താനൊരു കാര്യം ചെയ്, ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോവാ. ഏ അങ്ങനെ പോയി എങ്ങനെ ശരിയാവാ? എന്റെ റിപ്ലൈ അറിയണ്ടേ? ഞാൻ ഒരാളെ ഫോഴ്സ് ചെയ്ത് എന്നോട് ഇഷ്ടമാണെന്ന് പറയാൻ ഞാൻ പറയില്ല. ഇനി തനിക്ക് എൻ്റെ അടുത്ത് പറയണമെന്നാണെങ്കിൽ താൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ തൻ്റെ അടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോഴ്സ് ഒന്നും ചെയ്തിട്ടല്ല, എങ്കിൽ എനിക്കും ഇഷ്ടാ. ശരിക്കും? നിന്നെ ഞാൻ കണ്ടേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാ ഞാനെന്നേ നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന സർവം സദാനിൻ സൗരം ദർശന. എന്തിനാണ് ഈ ഒളിച്ചും പാത്തും കാണുന്നത്? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ എല്ലാവരുടെ അടുത്തും പറയാന്ന്. അത് പറ്റില്ല. എന്റെ ഒരു നിരീക്ഷണത്തില് ഈ കോളേജിലെ പകുതി മുക്ക പെൺപിള്ളേരും നിങ്ങളെ ക്രഷ് അടിച്ച് നടക്കുന്നവരാ. അല്ല, ക്രഷ് മാത്രല്ല, പിന്നാലെ നടക്കുന്നവര് കൂടിയാ. അപ്പോ പെട്ടെന്ന് നിങ്ങള് ഞാനുമായിട്ട് റിലേഷൻഷിപ്പ് ആയിന്ന് അവരെങ്ങാനും അറിഞ്ഞ അവറ്റിങ്ങോട്ട് പ്രാക്ക് കൊണ്ട് എന്റെ ജീവിതം നശിച്ചു പോവില്ലേ? അതുകൊണ്ടാ പറഞ്ഞത് ഇപ്പൊ ആരെ അറിയിക്കണ്ടാന്ന്. ആഹാ, നല്ല അടിപൊളി കണ്ടുപിടുത്തം. ഈ രാത്രികാലങ്ങളില് ചിന്തിച്ചു കൂട്ടി വികസിപ്പിച്ചെടുത്തതാണോ ഈ കണ്ടത്തിലേക്കാൾ? അതൊക്കെ പോട്ടെ, എനിക്കൊരു ഉമ്മതാടി. ഈ ആമ്പിള്ളേരൊക്കെ ഇങ്ങനെ തന്നെയാണല്ലേ, പ്രേമിച്ചു കഴിഞ്ഞ് രണ്ടാം മുഖം ഉമ്മ ചോദിക്കും. നിങ്ങൾ പെൺപിള്ളേര് പിന്നെ ആഗ്രഹം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കില്ലല്ലോ. ഞങ്ങൾ ആൺപിള്ളേര് അങ്ങനെയല്ല, വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ അറിയുന്നവരാ. നിനക്കിപ്പോ എനിക്ക് ഉമ്മ തരാൻ പറ്റൂല്ലേ? അല്ലെങ്കിൽ ഞാനത് മേടിച്ചെടുക്കും. എന്റെ പൊന്ന് സീനിയറെ, ഇത് ലൈബ്രറിയാ, ബഹളം വെക്കരുത്. ഇപ്പൊ എന്താ വേണ്ടേ? ഒരു ഉമ്മയല്ല, തരാം. എടാ, എന്തേലും ഓർഡർ ചെയ്. എത്ര നേരായി ഇവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. എടാ, നീ രാവിലെ വന്നിട്ടല്ലേ ഒരു കുറ്റി പുട്ടും പഴവും കഴിച്ചിട്ട് പോയത്? ഇതൊക്കെ എങ്ങോട്ടാടാ പോകുന്നേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നില്ല എന്ന് വിചാരിച്ച് എനിക്ക് എന്റെ വിശപ്പ് അടക്കി വെക്കാൻ പറ്റുമോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. എടാ, നീ അങ്ങോട്ട് നോക്കിയേ, അത് നമ്മുടെ ഈ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഏത്? ഓ, ഇതോ? ഇത് ഫസ്റ്റ് ഇയറിലെ വർഷയല്ലേ? ഇവളെന്താ ദീപകിന്റെ പിന്നാലെ? കണ്ടിട്ട് ലവ് പ്രപ്പോസലാന്ന് തോന്നുന്നുണ്ട്, അല്ലേടാ ലക്സേ? ദീപക്കെ, ഞാൻ ദീപു എന്ന് വിളിച്ചോട്ടെ? കുറച്ച് ദിവസമായി തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. പക്ഷേ താൻ എന്നെ ഒന്ന് തിരിഞ്ഞുകൂടെ നോക്കുന്നില്ല. അല്ല, താനെന്തിനാ എന്നെ ശ്രദ്ധിക്കുന്നേ? അല്ല, എനിക്ക് തന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യം എന്താ? ഓ, ഒന്നറിയാത്ത പോലെ. എനിക്ക് ദീപുവിന് ഇഷ്ടാ. ദീപുവിന് തിരിച്ച് എന്നോട്. തന്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. അലക്സ്, നീ എന്തിനാ ഗ്ലാസ് പൊട്ടിച്ചേ? എനിക്കിഷ്ടമുണ്ടായിട്ട്. നിന്റെ ഗ്ലാസ് ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, ക്യാൻറ്റീനിലെ ഗ്ലാസ് അല്ലേ? ദേ പോണു. ഇവന് കുറച്ച് ദിവസമായിട്ട് എന്താ പ്രശ്നം? എല്ലാം തല തിരിച്ചാലോ ചെയ്യുന്നത്.
ആർക്കറിയാം, ചോദിച്ചു കഴിഞ്ഞാൽ ചാടി കടിക്കാൻ വരും. പിന്നെ അവന്റെ അടുത്ത് എന്ത് ചോദിക്കാൻ ചെല്ലാനാ? ഒന്ന് നിന്നേ നീ. നിനക്ക് എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാ എപ്പോഴും നീ എന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഞാനോ? ഞാനെപ്പോഴാ ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്തേ? നീ ആദ്യം എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന ഒന്ന് നിർത്ത്. ഒന്നില്ലെങ്കിൽ പേര് വിളിക്ക്, അല്ലെങ്കിൽ വേറെ എന്തേലും വിളിക്ക്. ഈ ചേട്ടാന്ന് വിളി കേൾക്കുമ്പോ തന്നെ എനിക്ക് അങ്ങോട്ട് കേറി വരാ. ഓക്കെ, പക്ഷേ എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നിട്ടില്ലല്ലോ. ശരിയാ, നീ ഡയറക്റ്റ്ലി വന്നിട്ടില്ല. പക്ഷെ നീ ഇൻഡയറക്ട്ലി എന്നെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്തിനാണെന്നാ ചോദിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഈവൻ ക്യാൻറ്റീനിൽ പോകുമ്പോഴും എപ്പോഴും. എന്താ നിന്റെ പ്രശ്നം? അല്ല, അത് എൻ്റെ അടുത്ത് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? പിന്നെ വോയിസ് ഇത്തിരി കുറച്ച് സംസാരിക്കോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നീ ഈ കോളേജിൽ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. അപ്പൊ നിന്റെ അടുത്തല്ലാതെ പിന്നെ ഞാൻ ആരുടെ അടുത്താ പോയി ചോദിക്കുക? എന്താ അവിടെ പ്രശ്നം? നീ എന്തിനാ ഈ പയ്യന്റെ അടുത്ത് ചൂടാവുന്നത്? അതെന്റെ പേഴ്സണൽ മാറ്ററാ. ചെയർപേഴ്സൺ കോളേജിലെ ഇഷ്യൂസ് നോക്കിയാൽ മതി. എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടണ്ട. കോളേജ് കോമ്പൗണ്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നത്തിലും ചെയർപേഴ്സണ് ഇടപെടാം. അതാദ്യം നീ മനസ്സിലാക്ക്. പിന്നെ കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് നീ ഒരാളുടെ ഷൗട്ട് ചെയ്യുമ്പോൾ അതെന്താ പ്രശ്നം എന്നറിയാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. നീ പറഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചാലാം. ദീപക്, എന്താ പ്രശ്നം? ആക്ച്വലി എനിക്കറിയില്ല. വിവേകെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാ, ഇതെന്റെ പേഴ്സണൽ മാറ്ററാ. ആവശ്യമില്ലാതെ ഇത് കയറി ഇടപെടണ്ട. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞ നിന്റെ പല കാര്യങ്ങളും ഞാൻ എല്ലായിടത്തും പാട്ടാക്കും. നീ എന്നെ പേടിപ്പിക്കുകയാണോ? നീ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അത് നീ പാട്ടാക്കിയാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം എന്നെ അത് ബോധർ ചെയ്യുന്നേയില്ല. ഞാനത് പബ്ലിക് ആക്കാം വിചാരിച്ചിരിക്കുന്ന കാര്യം തന്നെയാ. പക്ഷേ അവള് സമ്മതിക്കാത്തോണ്ടാ. അതുകൊണ്ട് നീ അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കണ്ട. എടാ വിട്ടേക്ക്, റാഗിങ് ഒന്നും അല്ലല്ലോ. അവർ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ മാറ്റർ ആയിരിക്കും. നീ വന്നേ. ദേ നിൽക്കുന്നു. ഇവിടെയും വന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? എന്താടാ നിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം അവനാ, ദീപക്. ഏ, അവനോ? അവനുമായിട്ട് നിനക്കെന്താ പ്രശ്നം? നീ കാര്യം തെളിച്ചു പറ, അപ്പോഴല്ലേ ഞങ്ങക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയാം, പക്ഷെ ചിരിക്കരുത്. എടാ, അവൻ ഇവിടെ വന്നതിന് ശേഷം, അല്ല, അവനെ ഞാൻ കണ്ടതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. നിനക്കറിയോ, അന്ന് ഫസ്റ്റ് ടൈം അവനെ ഞാൻ കണ്ടപ്പോൾ തൊട്ട് എൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഇപ്പൊ പൊട്ടുന്ന രീതിക്ക് ഇടിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രല്ല, അവനെ എവിടെ വെച്ച് കണ്ടാലും ഇത് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കാടാ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉറങ്ങാൻ കടന്നാലും അവന്റെ മുഖം, ഫുഡ് കഴിക്കുമ്പോൾ അവന്റെ മുഖം, എന്തിനും ബാത്റൂമിൽ കണ്ണാടെ നോക്കുമ്പോൾ പോലും അവന്റെ മുഖാടെ ഓർമ്മ വരുന്നേ. ഇതിന് ഞാൻ അവന്റെ അടുത്തല്ലാതെ പിന്നെ ആരുടെ അടുത്താ പോയി ചോദിക്കുക? അല്ല, ഇപ്പൊ ഇത് അവൻ ചോദിച്ചാലും തെറ്റൊന്നും കാണുന്നില്ല. ഇതിന് അവന്റെ അടുത്ത് പോയിട്ട് നീ ഇത് ചോദിച്ചാ അവനെന്ത് മറുപടി പറയാനാടാ? എടാ, ഇത് അവനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നീ തന്നെ ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യ. എന്തുകൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ ഫീല് ചെയ്യുന്നതെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ നിങ്ങളൊക്കെ അവന്റെ സെറ്റാണല്ലേ? നിനക്ക് പറഞ്ഞ മനസ്സിലാവുമെങ്കിൽ മനസ്സിലാക്കാൻ നോക്ക്.
അല്ലാതെ ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളാരും സെറ്റും സൈഡും പറയുന്നതല്ല. നിന്റെ നല്ലതിന് വേണ്ടി തന്നെയാ സംസാരിക്കുന്നത്. നിനക്കത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കേൾക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും പോവാം. നീ എന്താച്ച വെച്ച് ചെയ്. എന്നാലും എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ചിന്തകൾ വരുന്നത്? ഇനി അവരൊക്കെ പറഞ്ഞതുപോലെ ഏ അതായിരിക്കില്ല. ഇനി എനിക്ക് അവനോട് ഇഷ്ടാണോ? അയ്യേ, ഞാൻ ഇതെന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നേ. എനിക്ക് ഇനി അവനോട് ഇഷ്ടം തോന്നാ? ഞാനൊരാണും അവനൊരാണും അല്ലേ? ഇതെങ്ങനെ സാധിക്കാനാ? ഈശ്വരാ, എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ചേട്ടന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് ദീപകിന്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഞാനൊരു കാര്യം ചോദിച്ചാ ചേട്ടൻ സത്യം പറയൂ? ആ, സത്യം പറയാം. എനിക്ക് ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കിട്ടിയാൽ മാത്രം മതി. സൊല്യൂഷൻ ഞാൻ ഉണ്ടാക്കി തരാം. അതിനു വേണ്ടിയിട്ടാ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്. ചേട്ടൻ മുന്നേ പ്രണയിച്ചിട്ടുണ്ടോ? പ്രേമിക്കാനോ? ഞാനോ? എനിക്ക് ആ ഒരു ഫീലിങ്സേ ഇഷ്ടമല്ല. ചേട്ടനപ്പോ ഇന്നേ വരെ ഒരാളുടെ അടുത്തും ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. എങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയായിരിക്കും ചേട്ടന്റെ പ്രശ്നം. താനെന്താ ഉദ്ദേശിക്കുന്നേ? എനിക്ക് വല്ല അസുഖം ഉണ്ടെന്നാണോ? ഇത് അസുഖമൊന്നുമല്ല, ഹോർമോൺ ചേഞ്ചാ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചേട്ടൻ ശ്രദ്ധിച്ച് കേൾക്കണം. ആക്ച്വലി ഇത് ഇപ്പൊ നോർമലാ. ബോയ്സിനും ഗേൾസിനും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാം. പണ്ടൊക്കെ പലരും ഇത് മറച്ചു വെച്ചിരുന്നു. പക്ഷേ ഇപ്പോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ചേട്ടൻ പറഞ്ഞത് അനുസരിച്ച് തോന്നുന്നത്, ഐ തിങ്ക് യു ആർ എ ഗേ. വാട്ട്? ചേട്ടന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഇറ്റ്സ് നോർമൽ. ഇതൊരു അസുഖമൊന്നുമല്ല. ഐ തിങ്ക് യു ആർ ഇൻ ലവ് വിത്ത് ദീപക്. അതുകൊണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് ചേട്ടന്റെ പ്രശ്നമല്ല, അവന്റെ പ്രശ്നമല്ല. അതുകൊണ്ട് ചേട്ടൻ ഒന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക്. മേ ബി ഇറ്റ് ബെറ്റർ ഫോർ യുവർ ബോത്ത്. ഓക്കെ? അപ്പോ എനിക്കവനെ ഇഷ്ടാണോ? അതാണോ അങ്ങനെയൊക്കെ? ആ പെൺകുട്ടി അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോ എനിക്ക് ജലസടിച്ചതാണോ? ഞാൻ ആ കുട്ടി പറഞ്ഞതൊക്കെ സത്യം? എനിക്ക് ആകെ തലയെല്ലാം ചുറ്റുന്നത് പോലെ. എന്തുവാടാ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? എന്റെ കിളി പോയാ? അതേടാ, എന്റെ കിളിയും കുയിലും കാക്കിയും എല്ലാം പോയി. കോളേജിൽ കൊണ്ടായിരുന്ന ഞാൻ ഇപ്പോ എല്ലാം കൊണ്ടും നിർജീവമായി കഴിഞ്ഞു. എടാ, ആ പെങ്കൊച്ചു വന്ന് പറയാ ഞാൻ ഗേ ആണെന്ന്. ഗേയോ? അതെന്തുവാണ് സാധനം? തിന്നാൻ പറ്റുന്ന വല്ലതുമാണോ? ഇതാ പറഞ്ഞ് വല്ലപ്പോഴും ഫുഡിന്റെ വീഡിയോ അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാണണമെന്ന്. എന്നാലേ അറിവ് വർദ്ധിക്കുള്ളൂ. ഇതിപ്പോ നീയൊന്നും മിണ്ടാതിരിക്ക്. ഞാൻ ആദ്യം ഇതൊന്ന് ഡീൽ ചെയ്യട്ടെ. ആ കൊച്ചു പറഞ്ഞു വെച്ച് ഇത് സത്യമാവണമെന്നൊന്നുമില്ലല്ലോ. എനിക്കൊരു ഫീലിങ്സും ഇല്ല അവൻ്റെ അടുത്ത്. എല്ലാം എൻ്റെ തോന്നലും മാത്രം. അത് ഞാൻ തെളിയിക്കും, നോക്കിക്കോ.
കർത്താവേ, ഞാനിപ്പോ ഹാർട്ട് പൊട്ടിത്തെറിച്ച് ചാവുന്ന തോന്നുന്നേ. സോറി ട്ടോ, അലക്സ് വരുന്നത് ഞാൻ കണ്ടില്ല. അത് കുഴപ്പമില്ല, തെറ്റെന്റെ ഭാഗത്തുണ്ട്. താൻ പൊക്കോ. സീനിയറെ വിട്ടെ, ആരെങ്കിലും കാണും. അതിനിപ്പോ എന്താ, നീ എന്റെ പെണ്ണല്ലേ. പക്ഷേ ഇത് കോളേജാ, അത് ചെയർപേഴ്സണ് ഓർമ്മയുണ്ടാവുന്നത് നല്ലതാ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ദീപകിനെ കുറിച്ചാ. അത് അലക്സ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നിനക്കെന്താ എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ളത്? ദൈവത്തെ ഓർത്ത് ഞാൻ ആരെയും റാഗൊന്നും ചെയ്തിട്ടില്ല. വീണ്ടും പ്രശ്നം ഉണ്ടാക്കണ്ട. അതൊന്നും അല്ലടോ, നീയും ദീപക്കും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ചാ. എനിക്കറിയാം നീ ചെറിയൊരു ഇഷ്യൂ കൂടെ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു നല്ല സുഹൃത്തായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. നീ ഈ കോളേജിൽ കാണിക്കുന്ന ഓരോ കുരുത്തക്കേടുകൾക്കെതിരെ മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. പക്ഷേ അല്ലാത്തപ്പോ നിനക്കൊരു പ്രശ്നം വന്നാൽ ഞാനുണ്ടാവും. നീയും അവന്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആരും എന്താ എൻ്റെ സൈഡ് മനസ്സിലാക്കാത്തത്? എനിക്ക് എൻ്റെ ഫീലിങ്സ് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെ, എനിക്കൊന്നും അറിയില്ല. ഞാൻ ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ട് വന്നതല്ല. നിന്റെ നല്ലതിന് വേണ്ടിയാ. നിന്റെ മാത്രല്ല, അവൻ്റെയും. പരസ്പരം ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. അതായിരിക്കും ഈ ഒരു കൺഫ്യൂഷനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. നീ അവനെ ചെന്നൊന്ന് കാണ്, സംസാരിക്ക്. പരസ്പരം ഫീലിങ്സ് സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങ് തീർക്കുന്നേ. അപ്പൊ രണ്ടുപേർക്കും കുറച്ച് ആശ്വാസം കിട്ടും. ദീപക് അവനെവിടെയാ? ദീപു, അലക്സ് എന്താ ഇവിടെ? വീണ്ടും ഞാൻ മൂലം എന്തേലും പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞ് വഴക്കിടാനാണ് വന്നതെങ്കിൽ വേണ്ട. അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. സോറി. പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. ആക്ച്വലി എൻ്റെ ഫീലിങ്സ് എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവാത്ത അവസ്ഥയിൽ നിന്നപ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ നിൻ്റെ അടുത്ത് പെരുമാറിയത്. ബട്ട് ഐ റിയലൈസ്ഡ്, ഇപ്പോൾ എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നിന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ നിന്നെ കാണാതിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുള്ളത്. സോ നിനക്ക് എനിക്കറിയില്ല ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന്. ഇപ്പോൾ അവരൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ മേ ബി ഐ തിങ്ക് ഐ മീൻ ലവ് വിത്ത് യു. അവരൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടാണോ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? അവർ പറഞ്ഞു എന്നുള്ളത് സത്യ, പക്ഷേ അതുകൊണ്ടല്ല ഞാനിപ്പോൾ നിന്നെ കാണാൻ വന്നത്. എനിക്ക് എൻ്റെ ഫീലിങ്സ് റിയലൈസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു. അതുകൊണ്ടാണ് അത് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ബട്ട് ഇപ്പോൾ എനിക്കത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ സ്വയമേ വന്നതാ നിൻ്റെ അടുത്ത് എൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ. ദീപു, ഐ ലവ് യു. വേണ്ട അലക്സ്, നിനക്ക് ഇതൊരു മോശം കാര്യമായിട്ടാവും തോന്നുന്നുണ്ടാവാം. നിനക്കറിയൂ, അന്ന് നിന്നെ ഫസ്റ്റ് കോളേജിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ റിയലൈസ് ചെയ്തു ഞാനൊരു ഗേ ആണെന്നുള്ളത്. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ളത്. പക്ഷേ അന്ന് നീ
എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ, ഇനി മേല നിന്റെ കൺമുന്നിൽ പോലും എന്നെ കണ്ടുപോകരുതെന്ന്. അന്ന് തകർന്നതാ. അതുകൊണ്ടാ പറയുന്നത്, നിനക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നീ ബുദ്ധിമുട്ടി ഇതിന് ഒക്കെ പറയണ്ട. ഞാനൊരിക്കലും ബുദ്ധിമുട്ടി ഇഷ്ടപ്പെട്ടതല്ല. നിനക്കെന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് മുന്നേ പറയായിരുന്നില്ലേ? അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ദീപു, വേണ്ട, നമുക്ക് ഈ ഒളിച്ചുകളി നിർത്താം. ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാനൊരു ഗേ ആണെന്ന്. ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഹോൾ ലൈഫ് വിത്ത് യു. ഐ റിയലി മീൻ ഇറ്റ്. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നീ ഇത് പറയുന്നത്? ഭാവിയിൽ നീ റിഗ്രറ്റ് ചെയ്യരുത്. എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാ. അതെ, ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടം. ഞാൻ എൻ്റെ ജീവിതം നിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിനക്കും ഓക്കെ ആണെന്ന് എനിക്കറിയാം. സോ ഇനിയൊരു ചോദ്യം പറച്ചിലിൻ്റെ ആവശ്യമില്ല. നീ എന്ത് ചെയ്യാൻ പോകുന്ന? അറിയാൻ പാടില്ലേ? എനിക്ക് കാണിച്ചു തരാം.